അളിയാ നന്നായിരുന്നു കേട്ടോ. 100 രൂപ കൂടുതൽ തരും ഞാൻ ഇതിന് വേണ്ടിട്ട്. സൂപ്പർ ആയിട്ടില്ലേ? കാര്യങ്ങളൊക്കെ നടത്തിക്കോ. അത് നിന്റെ അപ്പനല്ല മറ്റേ അതല്ലടാ. അതല്ല ഞാൻ നിന്നോട് പറയാൻ പറ്റുമോ? നിനക്ക് ഒരു സസ്പെൻസ് ഞാൻ ഒരുക്കി വെച്ചാ. ശ്രീകൃഷ്ണനെ വരയ്ക്കുമ്പോ ശ്രീകൃഷ്ണന്റെ അച്ഛനെ വരയ്ക്കണമല്ലോ ഇവിടെ. ശ്രീകൃഷ്ണ അച്ഛൻ വസുദേവനാണിത്. അത് രണ്ടുപേരെ കൂടെ നമ്മൾ വരച്ചത്. മൊത്തം തകർക്കുമാരെ. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചല്ലോ? ഇല്ല, ഞങ്ങളൊന്നും കഴിച്ചില്ല. അത് ഞങ്ങൾ കഴിച്ചില്ല, ഞങ്ങൾക്ക് ആരും തന്നില്ല. കാലത്തെ ഒരു കാലിച്ചായം കുടിച്ചിട്ട് വന്ന് പണി കയറിയേക്കണം. വിശന്നിട്ട് അണ്ടം പൊട്ടിട്ട് ഞാൻ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ആ പെണ്ണിനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടല്ലേ പോയത്. ഏത് പെണ്ണിനെ? എന്റെ മോള്. ഞങ്ങക്ക് തന്നില്ല കേട്ടോ. എന്താ നീ ഇവർക്ക് ഭക്ഷണം കൊടുത്തില്ലേടി? അയ്യോ, ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചതാ. എപ്പോ ചോദിച്ചു? എന്റെ പൊന്നി പെങ്കൊച്ച എന്നാ നോണേ പറഞ്ഞു. എന്നാ സ്വഭാവം ഇത്? അയ്യോ മമ്മി, സത്യമായിട്ട് ഞാൻ ചോദിച്ചു അങ്കിൾ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കട്ടെ എന്ന്. അതാ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഫാസ്റ്റ് ആയിട്ട് അടിക്കുന്നു പറഞ്ഞിട്ട് ഈ കൊച്ചു ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പറയും. ഞങ്ങൾ കാലത്തോട്ട് ഒരു സാധനം പോലും കഴിക്കാതെ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് പോലും ഇത്രയും ഫാസ്റ്റ് ആയിട്ട് അടിച്ചിട്ടില്ല. വിശന്നു. എടാ ശശി, ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ രാവിലത്തെ ഫുഡിന്റെ കാര്യമാണ് അവള് പറഞ്ഞത്. അവൾ ഈ ബാംഗ്ലൂരൊക്കെ കിടന്ന് വളർന്നില്ല, ഇംഗ്ലീഷേ വായിൽ വരുള്ളൂ. നിനക്ക് ഇംഗ്ലീഷ് അറിയില്ലെന്ന് അവർക്ക് അറിയത്തില്ലല്ലോ. ഞാനത് വിശന്നിട്ട് ഒരു രക്ഷയില്ല. ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ ഒരു കാര്യം ചെയ്യുന്നപ്പോ നമുക്കൊന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. മണി 11:30 2 മണിക്കൂർ കഴിഞ്ഞ് ഊണ് കഴിക്കാം. ഞങ്ങൾ ഏതായാലും രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ല, അത് കഴിച്ചേക്കാം. നമുക്ക് കാപ്പിടിക്കാം. അതന്നെ, ഊണ് തരാവേ. കാര്യങ്ങളൊക്കെ പടപടയെ നടക്കട്ടെ. നമ്മുടെ ഊണിന്റെ കാര്യം, നമ്മുടെ കാര്യം ഊണാക്കിന്ന്. ഓ അവിടെ എങ്ങാനും സൂപ്പർ ആയിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. ഇതാരാ വരച്ചേ? ഇത് ഞാനാണല്ലോ വരച്ചേ. ആണോ? ആവശ്യമില്ലാത്ത പ്രസ് കയറി പിടിക്കില്ല. ഞാനാ വരച്ച മോളെ. അങ്കിൾ സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളി. ഇഷ്ടപ്പെട്ടില്ലേ? ചെറിയൊരു പണിയും കൂടെ എന്റെ പുറകിലുണ്ട്, തീർന്നിട്ടില്ല. അടിപൊളി, സൂപ്പറായില്ലേ? എന്റെ ചെറിയൊരു വർക്കും കൂടെ ഉണ്ട്. അങ്കിൾ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ടേ. എന്നാ മോള് പറഞ്ഞോ. അതായത് നമുക്ക് ഈ കൃഷ്ണന്റെ ഇപ്പുറത്ത് ഒരു രാധയും കൂടി വന്നാ കളർഫുൾ ആയിരിക്കും. രാധയില്ല അങ്കിൾ, കൃഷ്ണന്റെ ഭാര്യ. ഈ കൃഷ്ണന്റെ അപ്പുറത്ത് പരവേശം പിടിച്ചേക്കണ പെണ്ണ. അയ്യോ, പരവേശമല്ല, പ്രേമ പരവശയായി നിൽക്കുന്ന രാധയാണ് ഉദ്ദേശിച്ചത്. അതല്ലേ പുള്ളിയല്ലേ വരയ്ക്കുന്നത്, ഇപ്പൊ പരവേശം പിടിച്ചോളൂ. ഞാൻ നോക്കട്ടെ.